Hello, good afternoon, dear students and parents. Welcome back to Test Europe EduNet. I am Dr. Titi Varghese, official educational consultant for Indian students to study in Lithuanian universities and also many other countries. So, today I am in Lithuania at Klaipėda University. Today is March 28, 2025, and I am having my student Alphan, and this interview is going to be in Malayalam, okay? Alphan, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു? ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? ക്ലൈപ്പേത എങ്ങനെയുണ്ട്? പീസ്ഫുൾ സിറ്റിയാണ്. ഒരുപാട് ആളുകളൊന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? അധികം ആൾക്കാരില്ല, കുറവാണ്. നാട്ടിലെവിടെയായിരുന്നു മോനെ സ്ഥലം? നാട്ടില് ട്രിവാൻഡ്രം വർക്കല. ഓക്കെ. തിരുവനന്തപുരം ഇപ്പോൾ പോയി കുറേ പ്രാവശ്യം എനിക്ക് ട്രാവലിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ ഓർക്കുന്നില്ല, ഒരുപാട് സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് സ്ഥലം എവിടെയെന്ന് എനിക്ക് കറക്റ്റ് ഓർക്കാൻ പറ്റുന്നില്ലായിരുന്നു. ക്ലാസ് മറൈൻ എഞ്ചിനീയറിംഗ് അല്ലേ? എങ്ങനെയുണ്ട്? എത്ര പിള്ളേരുണ്ട് ക്ലാസ്സിൽ? ഇപ്പോൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസിൽ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള സ്റ്റുഡൻസ് ഉണ്ട്, അവർക്ക് സെപ്പറേറ്റ് ആയിട്ട്. എങ്ങനെയുണ്ട് ക്ലാസ്സിന്റെ സബ്ജക്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? സബ്ജക്ട് കുഴപ്പമില്ല, പ്രൊഫസേഴ്സ് ഒക്കെ ഫ്രണ്ട്ലിയാണ്, ഡൗട്ട്സ് ഒക്കെ പെട്ടെന്ന് ക്ലിയർ. പഠിപ്പിക്കുന്നതൊക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണോ എല്ലാം? ലിത്വാനിയനിലും മിക്സ് ആയിട്ടാണ്. അപ്പൊ ലിത്വാനിയൻ ലാംഗ്വേജ് പഠിക്കാൻ പാടുണ്ടോ? എന്താ അവസ്ഥ? ലിത്വാനിയൻ ലാംഗ്വേജ് നമ്മൾ യൂണിവേഴ്സിറ്റി ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ട്. അതൊരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരു മാസം ലിവിങ് കോസ്റ്റ് ഒക്കെ വാടകയും ഫുഡും പിന്നെ ട്രാവൽ എക്സ്പെൻസും എല്ലാം കൂടെ ചേർത്ത് ഏകദേശം ഒരു എത്ര പൈസ ആകുന്നുണ്ട്? ഒരു 300 യൂറോ. 30,000 രൂപ അല്ലേ? ഒരു 30,000 രൂപ അടുപ്പിച്ച് ഒരു മാസം ലാവിഷായിട്ട് ആണെങ്കിൽ. ക്ലൈപ്പേതയിൽ തൊട്ടപ്പുറത്ത് കടൽ കിടക്കുന്നുണ്ട്, ഭയങ്കര കാറ്റ് അല്ലേ? ഞാൻ രാവിലെ വന്നപ്പോൾ നല്ല തണുപ്പൊക്കെ ആയിരുന്നു. കൂടുതലാണ്. പക്ഷെ സിറ്റിയായിട്ടൊക്കെ അഡാപ്റ്റ് ആയെന്ന് തോന്നുന്നു. 6 മാസമായി. ഓക്കെ അല്ലേ? സ്കോളർഷിപ്പ് ഒക്കെ കേസ് ഇവര് യൂണിവേഴ്സിറ്റിക്കാർ പറഞ്ഞത് കേട്ടല്ലോ. അപ്പൊ അതുകൊണ്ട് സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞിട്ട് റാസ്മസിന് പോകണം കേട്ടോ. തേർഡ് സെമ്മിൽ നോക്കുന്നുണ്ട്. നല്ല കാര്യം. ഇപ്പം മറൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള എക്സ്പോഷറുള്ള നിങ്ങളുടെ ഫാക്കൽറ്റി വെബ്സൈറ്റ് നോക്കുക, വേറെ കൺട്രീസിൽ നോക്കാൻ പറ്റും. എങ്ങനെയായിരുന്നു? എന്നെ കണ്ട എങ്ങനെ യൂട്യൂബിൽ ഇന്റർവ്യൂസ് ഉണ്ട് കേട്ടോ. എങ്ങനെയായിരുന്നു? മാമിനെ ഫേസ്ബുക്ക് വഴി കണ്ടായിരുന്നു. പിന്നെ എന്റെ ഫാദറിന്റെ കൂട്ടുകാരൻ വഴിയാണ്. മനസ്സിലായി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൂട്ടുകാരൊക്കെ മലയാളികൾ ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നല്ലേ? ഇഷ്ടംപോലെ ഉണ്ട്. താമസിക്കുന്നത് പുറത്തല്ലേ? അപ്പാർട്ട്മെന്റ് എടുത്താണ്.